തലസ്ഥാനമായ ദോഹയിൽ നടന്ന ഇസ്രയേൽ ആക്രമണത്തെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. ദോഹയിലെ ഖത്താറ ഡിസ്ട്രിക്റ്റിൽ സ്ഫോടന ശബ്ദം കേട്ടതായി റോയിട്ടേഴ്സ്, AFP വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ദോഹയിലെ ഹമാസ് കാര്യാലയം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിനു നേരെയാണ് സ്ഫോടനമുണ്ടായത്. ഹമാസ് പോളിറ്റ് ബ്യൂറോയിലെ ചില അംഗങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിനു നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് വിദേശകാര്യ വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരി പ്രസ്താവനയിൽ അറിയിച്ചു. ഇസ്രയേലിന്റെ ഈ നടപടി എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് ഖത്തർ വ്യക്തമാക്കി. ഖത്തറിലെയും അവിടുത്തെ താമസക്കാരുടെയും സുരക്ഷയ്ക്ക് ഇത് വലിയ ഭീഷണിയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഒക്ടോബർ 7 ആക്രമണത്തിന് ഉത്തരവാദികളായ ഹമാസ് നേതാക്കളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന IDF-ൽ കുറിച്ചു. സാധാരണക്കാർക്ക് പരിക്കേൽക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിച്ചതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. വർഷങ്ങളായി ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥരായി നിൽക്കുന്നത് ഖത്തർ, ഈജിപ്ത്, US എന്നീ രാജ്യങ്ങളാണ്. ഈ ചർച്ചകൾക്കിടെയാണ് ഇസ്രയേലിന്റെ ഈ നടപടി.